ശ്രീ KVS ഹരിദാസ്. ഇദ്ദേഹത്തെ നാം ഇപ്പോൾ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ അടുത്ത കാലത്തൊരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ച ഒരു പ്രതികരണമുണ്ട്. പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിസ തേടിയപ്പോൾ അത് നിഷേധിച്ചത് അതൊരു വ്യക്തിയോടല്ല, ഭാരതീയ ജനാധിപത്യത്തോട്, ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തോട് കാണിച്ച കടുത്ത അവഹേളനം എന്ന് ചൂണ്ടി. അവിടെ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു ഭാരതവും US തമ്മിലുള്ള ബന്ധം? അതിൽ തന്നെ ഒന്ന് രാഷ്ട്രീയം, രണ്ട് പ്രത്യയശാസ്ത്രപരമായും നമുക്ക് സഹകരിക്കാവുന്ന ഒരു അന്തരീക്ഷം. എങ്ങനെ കാണുന്നു സാധ്യതകൾ? അങ്ങ് തന്നെ നേരത്തെ പല സമാനതകൾ, പാരലൽസ് ചൂണ്ടിക്കാട്ടി. വിഷനോട് കൂടിയിട്ടുള്ള വളരെ മുൻകൂട്ടി മുന്നോട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും. എങ്ങനെ കാണുന്നു പ്രതീക്ഷകൾ ഭാരതം US ബന്ധത്തിൽ? ഒട്ടനവധി കാര്യങ്ങളുണ്ട് രാജ്യാന്തര തലത്തിൽ പോലും. ഓരോന്നായി നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ KVS ഹരിദാസ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അമേരിക്ക സന്ദർശിക്കാൻ നരേന്ദ്രമോദി പ്ലാൻ ഇട്ടത് ഗുജറാത്തിൻ്റെ വികസനത്തിൻ്റെ വേണ്ടിയുള്ള ഒരു അജണ്ടയുമായിട്ടാണ്. ഗുജറാത്തികൾ അനവധി പേര്, ആയിരക്കണക്കിന് പേര് അമേരിക്കയിൽ വലിയ നിലയിലുണ്ട്. അവരെ നിക്ഷേപം നടത്താൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം പോയത്, അല്ലെങ്കിൽ പോകാൻ ശ്രമിച്ചത്. അത് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണെന്നുള്ളത് ഇതിനൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിന്ന് സാധാരണ പറയാറില്ലേ, അന്ന് കേന്ദ്ര സർക്കാരിനും അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു മോഡി പോകരുത് എന്ന്. അതിലുപരി നമ്മൾ ഈ കാണുന്ന നവലിബറൽ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഗ്യാങ് ഉണ്ടല്ലോ, ഈ ലൂട്ടൻസ് ഗ്യാങ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ വിഭാഗം, അവർ നടത്തിയ ഒരു വലിയ ക്യാമ്പയിൻ ഇല്ലേ? അവർ നരേന്ദ്രമോദിക്ക് ഒരു കാരണവശാലും അമേരിക്കയിൽ കാലുകുത്താൻ അനുവദിച്ചുകൂടാ എന്നൊരു നിലപാടാണ് എടുത്തത്. അതിന് കാരണം പറഞ്ഞത് ഗുജറാത്ത് കൂട്ടക്കൊലയും മറ്റുമാണ്. കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ചെല്ലുമ്പോൾ അമേരിക്ക അങ്ങനെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. അതിനുശേഷമുള്ള എല്ലാ US ഭരണകൂടങ്ങളും അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം എന്താണ്, അദ്ദേഹത്തിന് കൽപ്പിച്ച വില എന്താണ്, പ്രാധാന്യം എന്താണ്, അത് ലോകം കണ്ടില്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് നേരത്തെ പലരും സൂചിപ്പിച്ചു, ട്രംപും മോഡിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നണില്ല ലോകത്ത് മറ്റ് ഏതെങ്കിലും രണ്ട് നേതാക്കന്മാർ തമ്മിലുണ്ടെന്ന്. അത്രമാത്രം സുതാര്യമാണ്, അത്രമാത്രം ഊഷ്മളമാണത്. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഈ വരുന്ന 4 വർഷക്കാലത്ത് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊന്നുകൂടി ഓർക്കണം, ട്രംപ് ഭരണമേറ്റതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ട് നടത്താൻ പോകുന്ന വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കായി കൂടായികയില്ല. ഇപ്പോൾ നേരത്തെ ജയശങ്കർ ഒരു കയ്യിൽ കരുതിയിട്ടുള്ള ഒരു കത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ ക്ഷണിക്കാനുള്ള ഇന്ത്യയിലെ ക്വാഡിൻ്റെ മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യയാണ് അതിഥി, അടുത്ത മീറ്റിങ്ങിൻ്റെ അതിഥി. ആ ക്വാഡിലുള്ള നമുക്കറിയാം അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയുമാണ്. ആ 4 രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാരുടെ മീറ്റിങ്ങിന് ഡൽഹി വേദിയാകുമ്പോൾ അതിൽ പങ്കെടുക്കാനായിരിക്കും ട്രംപിൻ്റെ ആദ്യ വിദേശ സന്ദർശനം എന്നാണ് നമ്മൾ കരുതേണ്ടത്. 100 ദിവസത്തിനകം താൻ ചൈന സന്ദർശിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ 100 ദിവസത്തിനകം ക്വാഡിൻ്റെ മീറ്റിങ്ങിൽ ട്രംപ് വരുന്നുവെങ്കിൽ അതും ചൈനയ്ക്ക് നൽകുന്ന മെസ്സേജ് എന്തായിരിക്കും? ക്വാഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? പസഫിക് ഓഷനിൽ ചൈന നടത്തുന്ന ഇടപെടലുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 രാജ്യങ്ങൾ ഒന്നിച്ചു വന്നത്. ആ സംവിധാനം പതുക്കെ ഏതാണ്ട് നിലച്ച പോലെയായിരുന്നു ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ആസ്ട്രേലിയയുടെ താല്പര്യക്കുറവ് കൊണ്ടൊക്കെ. പക്ഷേ ആസിയാൻ രാജ്യങ്ങളുടെ യോഗത്തിലേക്ക് ഈ 4 നേതാക്കന്മാരെത്തുകയും അവസാനം ക്വാഡിനെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആസിയാൻ എന്ന നിലയിൽ നമ്മൾ ലക്ഷ്യമിട്ടത് ചൈന സീയിൽ ചൈന നടത്തുന്ന അതിക്രമങ്ങളെ തടയാൻ അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ക്വാഡിൻ്റെ മീറ്റിങ്ങിനും. അപ്പോൾ ക്വാഡിന് ശേഷം ട്രംപ് ചൈനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ
അത് നൽകുന്നൊരു മെസ്സേജും വ്യക്തമല്ലേ? ഞാൻ ഇന്ത്യക്കൊപ്പമാണ്, ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പമാണ്, അതേ സമയത്ത് തന്നെ ചൈനയുമായിട്ടും ഡീലിന് തയ്യാറാണ് എന്നുള്ള മെസ്സേജ് തന്നെയായിരിക്കും അദ്ദേഹം നൽകുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.